വിശുദ്ധ യൗസേപ്പ് ഒരു ആശാരി ആയിരുന്നു എന്നതാണ് പാരമ്പര്യ വിശ്വാസം. സുവിശേഷങ്ങളിൽ മത്തായി 13:55 മർക്കോസ് 6:3 തച്ചൻ, മരപ്പണിക്കാരൻ എന്നീ വാക്കുകളാണ് ഉപയോഗിച്ച് കാണുന്നത്. എന്നാൽ ഗ്രീക്ക് ഭാഷയിലുള്ള സുവിശേഷത്തിൽ ടെക്തോൺ എന്നും ലത്തീൻ ഭാഷയിൽ ഫാബേർ എന്നുമാണ് വിശുദ്ധ യൗസേപ്പിൻ്റെ തൊഴിലിനെ സൂചിപ്പിക്കുന്നതിനായി ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ. ഈ വാക്കുകൾ രണ്ടും നാം സാധാരണ കേൾക്കുന്ന ആശാരി, തച്ചൻ, മരപ്പണിക്കാരൻ എന്നീ വാക്കുകളേക്കാൾ കൂടുതൽ വ്യാപ്തിയുള്ളവയാണ്. മരത്തിലും കല്ലിലും ലോഹങ്ങളിലും ശില്പങ്ങൾ നിർമ്മിക്കുകയും കൊത്തുപണികളും മറ്റു നിർമ്മാണ പ്രവൃത്തികളും ചെയ്യുന്ന ഒരു കരകൗശല വിദഗ്ധൻ എന്നാണ് ഈ വാക്കുകളുടെ അർത്ഥം. തലമുറകൾ കൈമാറി വന്ന അറിവനുസരിച്ച് വിശുദ്ധ യൗസേപ്പ് ഒരു ആശാരി അഥവാ മരപ്പണിക്കാരൻ ആയിരുന്നു എന്നതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ കാർപ്പൻ്റർ എന്ന പദം വിശുദ്ധ യൗസേപ്പിൻ്റെ തൊഴിലിനെ സൂചിപ്പിക്കുന്നതിനായി ഉപയോഗിച്ചു വരുന്നത്. ദൈവപുത്രനായ യേശുവിൻ്റെ വളർത്തുപിതാവും സംരക്ഷകനും ആകാൻ തക്കതായ വിശുദ്ധ യൗസേപ്പിൻ്റെ വ്യക്തിത്വ സ്വഭാവ സവിശേഷതകൾ എന്താണെന്ന് ഇനി നമുക്ക് നോക്കാം. ഭക്തവത്സലനായ മാറിയോസേപ്പേ, അങ്ങ് ജീവിതത്തിൽ അനേകം യാതനകൾ അനുഭവിച്ചതിനാൽ ജീവിത ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരോട് അതീവ കാരുണ്യമുള്ളവനാണല്ലോ. ഞങ്ങൾ വിപത്തുകൾ നേരിടുമ്പോൾ വിഗതധൈര്യരാകാതെ പ്രശാന്തതയോടെ അതിനെ അഭിമുഖീകരിക്കുവാൻ വേണ്ട ധൈര്യവും ശക്തിയും നൽകണമേ. വിശുദ്ധി പ്രാപിക്കുവാൻ സഹനം എത്ര ആവശ്യമാണെന്ന് മനസ്സിലാക്കി അവയെ അഭിമുഖീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുക. പ്രിയ പിതാവേ, അങ്ങയുടെ മാതൃക ഞങ്ങൾ സഹനത്തിൽ അനുകരിക്കുവാൻ പരിശ്രമിക്കുന്നതാണ്. ഞങ്ങളുടെ ബലഹീനതയെ പരിഹരിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ.